ഇതാണ് റിയൽമിയുടെ നമ്പർ സീരീസിലെ റിയൽമി 12 പ്രോ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതെന്ന് പറയുന്നത് റിയൽമി 12 പ്രോ എന്ന സ്മാർട്ട് ഫോൺ. ഇപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾക്ക് ശേഷം റിയൽമി 12 സീരീസിൽ മൂന്നാമതൊരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നു, റിയൽമി 12 പ്ലസ് എന്ന പേര്. അപ്പോൾ നമ്പർ സീരീസിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നമ്പർ പ്ലസ് എന്ന ഒരു മോഡൽ ഫോൺ പുറത്തിറക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 11 പ്ലസ് ഒന്നും ഇല്ലായിരുന്നു. 11 പ്രോ പ്ലസ്, 11 പ്രോ, 11, 11X ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ 12 പ്ലസ് എന്ന് പറയുന്ന പേരിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പരിശോധിക്കാം റിയൽമി 12 പ്ലസിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിന്റെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 12 പ്രോ പ്ലസിന്റെയും 12 പ്രോയുടെയും ഒരു ഡിസൈൻ അല്ല 12 പ്ലസിന് നൽകിയിരിക്കുന്നത്. അതായത് ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ബാക്ക് സൈഡിന്റെ സൈഡുകളും കർവാണ്, അതുപോലെ ഡിസ്പ്ലേയും കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ 12 പ്ലസിലേക്ക് വന്നപ്പോൾ ഈ പ്രോ പ്ലസിനേക്കാളും പ്രോയേക്കാളും വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ബാക്കും ഫ്ലാറ്റ് ആണ്, ഡിസ്പ്ലേ ഏരിയയും ഫ്ലാറ്റ് ആണ്, കർവ്ഡ് ഡിസ്പ്ലേ അല്ല. അപ്പോൾ ഈ ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത് ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സമയം ഇത് കണ്ടല്ലേ കുറച്ചും കൂടി മൊത്തത്തിൽ ഒരു കർവ് ഇൻ ഹാൻഡ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു 12 പ്രോ പ്ലസും പ്രോയുമാണ്. ഇതൊരു ബോക്സി ഡിസൈൻ ഫീൽ അതുകൊണ്ട് തന്നെയും വന്നു. ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് ഫിനിഷ് നമുക്ക് തോന്നും, കാരണം ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇടത് സൈഡിലാണ് വോളിയം റോക്കേസും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. മുകളിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ ചാർജിങ്ങിന്റെ ടൈപ്പ് സി പോർട്ടും സ്പീക്കർ ഗ്രില്ലും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം ട്രേ ആണ്. നമുക്ക് ഒരേ സമയം 2 നാനോ സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും വേണമെങ്കിൽ ഉപയോഗിക്കും. ഈ ഒരു പ്രോ പ്ലസിലും പ്രോയിലും ഈ പറഞ്ഞ 3.5mm ഓഡിയോ ജാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പക്ഷേ ഈ പറഞ്ഞ 3.5mm ഓഡിയോ ജാക്ക് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വില കുറഞ്ഞ ഫോണുകളിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ ഈ 3.5mm ഓഡിയോ ജാക്ക് കാണുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണാറില്ല. എന്തായാലും ഇതൊരു വില കുറഞ്ഞ ഫോൺ ആയിരിക്കും എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിന്റെ ബാക്കിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട്, ഹോളോ ഒന്നുമല്ല, നല്ല ഒരു ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്യാമറ മൊഡ്യൂളിന്റെ ഭംഗി ഇല്ല, ഈ 3 ഫോണുകളുടെയും ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ കണ്ടില്ലേ, ഏകദേശം ഒക്കെ ഒരുപോലെയാണ്. ആ ഒരു ലൈൻ സ്ട്രിപ്പ് ഒക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിയൽമിയും അവരുടെ ഒരുവിധം ടോപ്പ് ഫോണാണ് ഈ നമ്പർ സീരീസ്, റിയൽമി 11, റിയൽമി 12 സീരീസ് ഒക്കെ. അപ്പോൾ ആ നമ്പർ സീരീസ് ഫോണുകളുടെ ഡിസൈൻ ഒരു യുണീക്ക് ആക്കി മാറ്റി. ഐഫോൺ ഒക്കെ തുടർന്ന് വരുന്ന, അല്ലെങ്കിൽ സാംസങ് S സീരീസിൽ തുടർന്ന് വരുന്ന, അല്ലെങ്കിൽ OnePlus ഫോൺ തുടർന്ന് വരുന്ന ആ ഒരു രീതി ഇപ്പോൾ ഈ റിയൽമിയും തുടർന്നേ കാണാം. അതായത് അവരുടെ ആ ഒരു യുണീക്നെസ് അവരുടെ ഡിസൈനിലും റിയൽമി കൊണ്ടുവരുന്നതായിട്ട് കാണാം. എന്ത് തന്നെയായാലും ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വൈസ് നമുക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല. മാത്രമല്ല ഈ ഒരു ഫോണിന്റെ ബാക്ക് ഇത്തരത്തിൽ വീഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ വരുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ ടിന്റുള്ള സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ വാൾപേപ്പർ കണ്ടില്ലേ, ബൈ ഡിഫോൾട്ട് ഗ്രീൻ കളർ വാൾപേപ്പർ വരുന്നു. എന്ത് തന്നെയായാലും ഡിസൈൻ കൊള്ളാം. അതുപോലെ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ഇതിന്റെ സെറ്റപ്പ് സമയത്ത് ഈ കാണുന്ന സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഇത്രയും ആപ്പ് ടിക്ക് കിടക്കുകയാണ്, ഇതെല്ലാം കയറി ഇൻസ്റ്റാൾ ആവും. അത് സ്കിപ്പ് കൊടുത്തില്ല എങ്കിൽ. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെയാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് പൊസിഷൻ എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടി മുകളിലായിരുന്നെങ്കിൽ കൊള്ളാം. റെസ്പോൺസ് ഒന്നും വലിയ തരക്കേടില്ല. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഇത്തരത്തിൽ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ എല്ലാം കൊള്ളാം. എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു വൈറ്റ് ടോൺ ആണ്. ചില ഫോണുകളിലെങ്കിലും ഒരു യെല്ലോ ടോൺ ഡിസ്പ്ലേയിൽ വരാറുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല, നല്ല പ്യുവർ വൈറ്റ് ടോണിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളൊക്കെ താരതമ്യേന കുറവാണ്. അങ്ങ് ഭയങ്കര ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊന്നും പറയുന്നില്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബെസലാണ് നൽകിയിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഏരിയ കണ്ടോ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, എന്നിട്ട് തന്നെ ഇത്രയും നോട്ടിഫിക്കേഷൻസ് വന്ന് മറിയുകയാണ്. ഇതാണ് ഈ റിയൽമി ഫോണിന്റെ ഒരു കുഴപ്പം. അത് അവർക്കൊരു പക്ഷേ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നത് കൊണ്ടാകാം അവർ അത്തരത്തിൽ ബ്ലോട്ട് വേസുകൾ ഇടുന്നത്. ഇതിനകത്ത് ആപ്പ് മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് ആപ്പ് റെക്കമെൻഡേഷൻസ് നമുക്ക് വന്ന് മറിയും. ഞാനിപ്പോൾ ഇതിൻ്റെ ശല്യം കാരണം സത്യം പറഞ്ഞാൽ വൈഫൈ ഞാൻ അങ്ങ് ഓഫ് ചെയ്തു. നമ്മെ വെറുതെ അലോരസപ്പെടുത്തും ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഡിസ്പ്ലേയെ കുറിച്ചാണ്. അപ്പോൾ 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസൈനും കൊള്ളാം, ഡിസ്പ്ലേയും ഇതുവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്തത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് മീഡിയടെക് Dimensity 7050 എന്ന 5G പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫോൺ 5G ആണ്, പേടിക്കാനൊന്നുമില്ല. വില കുറഞ്ഞ 12 സീരീസ് ഫോൺ എന്ന് വെച്ച് 4Gയിലേക്ക് എന്തായാലും പോയിട്ടില്ല ഇതുവരെ. 5G ഫോണാണ്. അതുപോലെ നമുക്ക് 8GB റാമും 256GB റാമുമാണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി ആയിട്ട് ലഭിക്കുന്നത്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതിന്റെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വന്നാലും തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ബാറ്ററി സൈഡ് ഡീസന്റ് ആണ്. 5000 mAh ബാറ്ററി, അതുപോലെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിന് കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത്
നൽകിയിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ റിയൽമി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതും ഇതിന്റെ ക്യാമറയിലെ ആ ഒരു പ്രൈമറി സെൻസറാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ്. പക്ഷേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ ലേറ്റസ്റ്റ് സോണി LYT600 എന്ന് പറയുന്ന സെൻസറാണ്. അപ്പോൾ നേരത്തെ OnePlus Open, OnePlus 11 തുടങ്ങിയ ഫോണുകളിലൊക്കെ സോണിയുടെ ഈ പറഞ്ഞ LYT808 എന്ന് പറയുന്ന സെൻസർ ഉപയോഗിച്ചിരുന്നു. ഇവിടെ LYT600 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ക്യാമറകൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ വെക്കേണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അതുപോലെ ഇവിടെ LED ഫ്ലാഷ് ലൈറ്റും ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ സെന്റർ പഞ്ച് ഹോൾ ക്യാമറ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ സെൽഫി ക്യാമറയിൽ നമുക്ക് ഫുൾ HD 30 പറ്റും. 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫോണിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഷേക്ക് ഇല്ലാത്ത വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. ഫോട്ടോ എടുക്കുമ്പോൾ കൈ ഒന്ന് കുലുങ്ങിയാലും വലിയ ഷേക്ക് ആയി ബ്ലെയറി ആയി പോകാത്ത ഫോട്ടോകളും എടുക്കാം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. ഫോൺ എന്തായാലും ഇത്തരത്തിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14ലാണ് വരുന്നത്. അതുപോലെ തന്നെ റിയൽമിയുടെ യൂസർ ഇന്റർഫേസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയൽമി UI 5ലുമാണ് വരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ല പറഞ്ഞ പോലെ കുറെ ബ്ലോട്ട് വേസുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. ഇനി അത്തരം ബ്ലോട്ട് വേസുകളെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കാൻ സാധിക്കും. അതുപോലെ ഈ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസും ഒക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാനും സാധിക്കും. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് ഇതിനകത്ത് തോന്നുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ആപ്പ് എല്ലാം എടുത്ത് അങ്ങ് ദൂരെ എറിഞ്ഞാൽ വൃത്തിയാവും. ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മുടെ ഡെബിറ്റ് കാർഡൊക്കെ ആഡ് ചെയ്താൽ, ATM കാർഡൊക്കെ ആഡ് ചെയ്താൽ ടാപ്പ് ചെയ്ത് പേ ചെയ്യാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഫോൺ അതെന്തായാലും സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. മോണോ സ്പീക്കറിലേക്ക് പോയിട്ടില്ല. നല്ല വോളിയം ഉണ്ട്, നിങ്ങളിപ്പോൾ കേട്ടതുപോലെ. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ട്രബിൾ ആണ് മുന്നിൽ നിൽക്കുന്നത്. ബാസ് കുറവാണ്, ഒരു പ്രീമിയം ഫീൽ ഇല്ല. ഓക്കെ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. അതുപോലെ ഈ ഒരു ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മനോഹരമാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും വീഡിയോ കാണാനൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അതിമനോഹരമാണ്. സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയുടെ സൈസും വളരെ ചെറുതാണ്. വീഡിയോ വ്യൂയിങ് അതിമനോഹരം. സാധാരണ ടിപ്പിക്കൽ മഞ്ഞ റിയൽമി ബോക്സ്, ഇത്തരം ഒരു ബോക്സ് ഉണ്ട്. യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫോർമേഷൻസ്, അതുപോലെ സിം ഇജക്ടർ പിൻ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേസാണ്. കൂടാതെ ഉള്ളത് ഇത്തരത്തിൽ 67 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് വേണ്ടി A to C കേബിളുമാണ് ചാർജിങ്ങിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.